മന്നവ മന്നനാകുന്ന മസിഹയെ, മഹാസേനയിൻ കർത്തനെ, മണ്ണും വിണ്ണും പടച്ചവനെ, മനുവലെ മനുനന്ദനനെ, പരനന്ദനനെ, മേരി നന്ദനനെ, രാജനന്ദനനെ, നിങ്ങൾ നന്ദിയോടു പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഉൽപ്പത്തി 29:18 യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. ഇസ്രായേൽ ഗോത്രപിതാവായ യാക്കോബിന്റെ 2 ഭാര്യമാർ, സഹോദരിമാരായ ലേയും റാഹേലും. അവരിൽ യാക്കോബിന്റെ ഹൃദയം കവർന്നത് ഇളയവളായ റാഹേലായിരുന്നു. അതിന്റെ കാരണം തൊട്ടുമുകളിൽ പറയുന്നുണ്ട്. ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു, എന്നാൽ റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്നു. സ്നേഹക്കൂടുതൽ കൊണ്ട് അവൾക്ക് വേണ്ടി ജോലി ചെയ്ത 7 വർഷങ്ങൾ അല്പകാലമായിട്ടാണ് യാക്കോബിന് തോന്നിയത്. എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു സ്നേഹം പുതിയ നിയമം വെളിപ്പെടുത്തുന്നുണ്ട്. പാപികളും ദോഷികളുമായിരുന്ന, ആഗ്രഹിക്കത്തക്ക ഒരു നന്മയും ഇല്ലാതിരുന്ന നമ്മെ സ്നേഹിച്ച സ്നേഹം, ദൈവപിതാവിന്റെ സ്നേഹം, സ്വന്തം പുത്രനെയും നൽകിയ സ്നേഹം. ആ നിസ്വാർത്ഥ സ്നേഹത്തിന് മുൻപിൽ വീണു നമിക്കാം, ആരാധിക്കാം. ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ നിത്യസ്നേഹത്തിനായി നന്ദി. യേശു കർത്താവിന്റെ കാൽവരിയാഗം ധ്യാനിച്ച് അങ്ങേ ആരാധിക്കുവാൻ കൃപ നൽകണമേ. ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.